ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മളെ മജ്ലിസിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മിനെ കുറിച്ചാണ്. ഇൻഷാ അല്ലാഹ് ഈ ഇസ്മ നമ്മൾ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ ഒരുപാട് നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകി നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ഇലാഹി അൻത മഖ്സൂദി വരിലാക മത്ലൂബി. ഇലാഹി അൻത മഖ്സൂദി വരിലാക മത്ലൂബി. اللهم اقض حاجاتنا يا قاضي الحاجات. اللهم ادفع بلياتنا يا دافي البليات. اللهم حصل مرادنا ومراد من أوصانا. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. എല്ലാ ഗുണങ്ങൾ നേടുവാൻ കുറ്റങ്ങളെല്ലാം നീങ്ങുവാൻ സ്വർഗത്തിലൊന്നായി ചേരുവാൻ നബി തങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ എല്ലാവരെയും ഞാൻ ദാറുൽ മുബീൻ മജ്ലിസിലേക്ക് വീണ്ടും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി നമ്മളെ മജ്ലിസ് കാണുന്ന മുത്തു മുഅ്മിനീങ്ങൾ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുതേ എന്ന് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളും ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മളെ ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും ഉച്ചക്ക് 1 മണിക്ക് നമ്മളെ ചാനലിൽ നമ്മളെ മജ്ലിസ് ഉണ്ടാവും. എല്ലാവരും നമ്മളെ മജ്ലിസിൽ പങ്കെടുക്കണമെന്ന് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ എല്ലാ സാലിഹായ ഉദ്ദേശങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ച് നൽകട്ടെ. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മളെ മജ്ലിസിൽ ഒരുപാട് ആളുകൾ പല സങ്കടങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും പറഞ്ഞ് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അർഹമുർ റഹീമീനായ പരമദയാലുവായ അല്ലാഹുവേ, ഞങ്ങളെ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുടെ പ്രശ്നങ്ങളൊക്കെ നീ പരിഹരിക്കണേ റഹ്മാനെ. ആരൊക്കെ ഞങ്ങളെ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ടോ അവരുടെ എല്ലാ പ്രയാസങ്ങളും നീ അകറ്റി കൊടുക്കണേ റഹ്മാനെ. മനസ്സിന് സന്തോഷം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഇൻഷാ അല്ലാഹ് നമ്മളെ മജ്ലിസിന്റെ അവസാനം നമ്മളെ മജ്ലിസിൽ പങ്കെടുത്ത എല്ലാവർക്കും, നമ്മളെ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത എല്ലാവർക്കും വേണ്ടിയും ദുആ ചെയ്യണം. അതുകൊണ്ട് അവസാനം വരെ എല്ലാവരും മജ്ലിസിൽ പങ്കെടുക്കണമെന്ന് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മളെ മജ്ലിസിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മിനെ കുറിച്ചാണ്. ഈ ഇസ്മ നമ്മളെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ ഒരുപാട് നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. ദുനിയാവിലും നമ്മൾക്ക് വിജയിക്കാൻ കഴിയും, ആഖിറത്തിലും നമ്മൾക്ക് വിജയിക്കാൻ കഴിയും. ഇസ്മ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം അള്ളാഹുവിൻ്റെ ഇസ്മാണെന്ന്. അള്ളാഹുവിന് 99 പേരുണ്ട്, അതിലധികവും പേരുണ്ടെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അള്ളാഹുവിൻ്റെ 99 പേരുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. 99 പേര് മനഃപ്പാഠമാക്കാൻ, കാണാതെ പഠിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഓരോ ഇസ്മിനും അതിൻ്റെതായ പവറുണ്ട്, അതിൻ്റെതായ മഹത്വങ്ങളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അസ്മാഉൽ ഹുസ്ന മനഃപ്പാഠമാക്കാൻ നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അസ്മാഉൽ ഹുസ്നയുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചില ആളുകളൊക്കെ നമ്മളെ മജ്ലിസിൻ്റെ അതുപോലെ തന്നെ നമ്മളെ വീഡിയോയുടെ താഴെ കമൻറ്റ് രേഖപ്പെടുത്താറുണ്ട്. എന്തിനാണ് ഇങ്ങനെ വലിച്ചു നീട്ടി പറയുന്നത് എന്ന് പലരും ചോദിക്കാറുണ്ട്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു അമല് ചെയ്യുമ്പോൾ നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ, ളുഹ നിസ്കരിക്കുകയാണെങ്കിൽ ആ ളുഹ നിസ്കാരത്തിൻ്റെ മഹത്വം നമ്മൾ പഠിച്ചിരിക്കണം. തഹജ്ജുദ് നിസ്കരിക്കുകയാണെങ്കിൽ തഹജ്ജുദ് നിസ്കാരത്തിന്റെ മഹത്വം നമ്മൾ പഠിക്കണം. അതുപോലെ തന്നെ അസ്മാഉൽ ഹുസ്ന നമ്മൾ ചെല്ലുകയാണെങ്കിൽ കഴിവിന്റെ പരമാവധി അസ്മാഉൽ ഹുസ്നയുടെ അർത്ഥമെങ്കിലും പഠിക്കണം. അതല്ലെങ്കിൽ അസ്മാഉൽ ഹുസ്നയുടെ മഹത്വം നമ്മൾ പഠിച്ചിരിക്കണം. പരിശുദ്ധ ഖുർആൻ നമ്മൾ ഓതുകയാണെങ്കിൽ, ഖുർആനിന്റെ അർത്ഥം അറിഞ്ഞ് ഓതുകയാണെങ്കിൽ ഒന്നുകൂടെ എഫക്റ്റ് ചെയ്യും. ഖുർആനിന്റെ മഹത്വം അറിഞ്ഞുകൊണ്ട് നമ്മൾ ഖുർആൻ ഓതുമ്പോൾ ഒന്നുകൂടെ പവർ കൂടും. അതാണ് ഞാൻ ഈ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത്. ഒരു അമല് നമ്മൾ ചെയ്യാൻ പറയുമ്പോൾ ആ
അമലിന്റെ പ്രത്യേകത എന്താണ്, ആ അമൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ഉപകാരം ലഭിക്കും, ഈ അമലിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് പറഞ്ഞിട്ടുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മഹാന്മാരും എന്താണ് നമ്മളെ പഠിപ്പിച്ചത്, ഇതാദ്യം നമ്മൾ പഠിക്കണം. അതാണ് നമ്മളെ മജ്ലിസിന്റെ ശൈലി. നമ്മളൊരു അമല് പറയുമ്പോൾ, ഒരു പ്രവർത്തനം പറയുമ്പോൾ, ഒരു ഇബാദത്ത് പറയുമ്പോൾ ആദ്യം അതിൻ്റെ മഹത്വമാണ് പറയുക. അതിനുശേഷമാണ് ആ അമല് നമ്മൾ പറയുള്ളൂ. കാരണം ആ അമല് കൊണ്ട് നമ്മൾക്ക് ഫലം ലഭിക്കണമെങ്കിൽ ആ അമലിന്റെ മഹത്വം അറിഞ്ഞുകൊണ്ട് നമ്മൾ ഇബാദത്ത് ചെയ്യണം. അപ്പോൾ നമ്മൾക്ക് ഒന്നുകൂടെ ആത്മാർത്ഥത കൂടിപ്പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അസ്മാഉൽ ഹുസ്നയിലെ യാ റസ്സാഖു യാ അല്ലാഹ് എന്നതിനെ കുറിച്ചാണ്. അസ്മാഉൽ ഹുസ്നയിൽ വളരെ പ്രധാനപ്പെട്ട പവർഫുള്ളായ നമ്മളെ ജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്പെടുന്ന പേരാണ് യാ റസ്സാഖു യാ അല്ലാഹ് എന്നുള്ളത്. അതിന്റെ അർത്ഥം എന്താണ്? വല്ലാതെ ഭക്ഷണത്തിൽ വിശാലത നൽകുന്ന ആള്, വല്ലാതെ പ്രയാസങ്ങൾ നീക്കുന്ന ആള് എന്നാണ്. ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കൾക്കും എല്ലാ ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്നത് അള്ളാഹുവാണ്. എല്ലാ ജീവജാലങ്ങൾക്കും ഭക്ഷണം കൊടുക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. ചെറിയ ഉറുമ്പ് മുതൽ വലിയ ആനകൾ വരെ, ചെറിയ കുട്ടികൾ മുതൽ വലിയ മനുഷ്യന്മാർ വരെയുള്ള എല്ലാവർക്കും, സസ്യങ്ങൾക്കും എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. കാക്കയുടെ കുട്ടിക്ക് പോലും അത്ഭുതകരമായി അള്ളാഹു ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഞാൻ എന്താണ് ഇവിടെ കാക്കയുടെ കുട്ടി എന്ന് പറയാനുള്ള കാരണം എന്താണ്? കാക്ക കുട്ടിയെ പ്രസവിച്ചു കഴിഞ്ഞാൽ കുട്ടിയെ കണ്ട് ഭയന്നു പോകുന്ന, കാരണം അതിന്റെ മേത്ത് കാക്കയുടെ പോലെ ആ കറുത്ത തുവലൊന്നും ഉണ്ടാകൂല. കാക്ക ഭയന്നു പോകും, ഇതെന്താ സാധനിച്ചിട്ട് ഓടിപ്പോകും. അതിന്റെ മേത്ത് തുവലൊക്കെ വരാൻ തുടങ്ങുമ്പോഴാണ് കാക്ക പിന്നെ തിരിച്ചു വരിക. അതുവരെ ഈ കുട്ടിക്ക് ആരാണ് ഭക്ഷണം കൊടുക്കുന്നത്? അതുവരെ ഈ കാക്കയുടെ കുട്ടിക്ക് കാക്ക വന്ന് ഭക്ഷണം കൊടുക്കൂല. ആരാണ് ഭക്ഷണം കൊടുക്കുന്നത്? ജഗന്നിയന്താവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. പ്രിയമുള്ളവരെ, അപ്പൊ അള്ളാഹുവിനെ നമ്മൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ, അള്ളാഹു നമ്മൾക്ക് എല്ലാം നൽകും. ദാരിദ്ര്യം അള്ളാഹു മാറ്റിത്തരും. കടങ്ങളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ രക്ഷപ്പെടുത്തുന്നതാണ്. അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. എല്ലാ പ്രയാസങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല മാറ്റിത്തരട്ടെ. ഈ യാ റസ്സാഖു യാ അല്ലാഹ് എന്ന ഇസ്മ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ എന്തെല്ലാം ഗുണങ്ങളാണ് നമ്മൾക്ക് ലഭിക്കുന്നത്? ഒന്നാമതായി നമ്മൾക്ക് ലഭിക്കുന്നത് പട്ടിണി അകറ്റുമെന്നുള്ളതാണ്. ദാരിദ്ര്യത്തിനെ അകറ്റിത്തരും. ഒരിക്കലും ദാരിദ്ര്യമാണെന്ന് പറയേണ്ട ആവശ്യമില്ല. ഭക്ഷണം ഉണ്ടാക്കാൻ അരി പോലുമില്ല ഉസ്താദെ എന്ന് പറയേണ്ട ഒരു അവസ്ഥ വരില്ല. ഇന്ന് കൂട്ടാനൊന്നുമില്ല എന്ന് പറയേണ്ട ഒരു അവസ്ഥ നമ്മൾക്ക് വരികയില്ല. ഭക്ഷണത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലത നൽകുന്നതാണ്. അതുപോലെ തന്നെ കടങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സംരക്ഷിക്കും. നാം അറിയാതെ തന്നെ കടങ്ങൾ വീട്ടാനുള്ള അവസരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകുന്നതാണ്. ഖൈറിന്റെ കവാടങ്ങൾ അല്ലാഹു നമ്മളെ ജീവിതത്തിലേക്ക് തുറന്നു നൽകുന്നതാണ്. അതുപോലെ തന്നെ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന എത്രയോ ആളുകളുണ്ട്. മക്കളുടെ ജോലിയിൽ ബർക്കത്തുണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞ ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് പതിവാക്കിക്കോ യാ റസ്സാഖു യാ അല്ലാഹ്. ജോലിക്ക് പോകുന്ന സമയത്ത് ചൊല്ലിക്കോ യാ റസ്സാഖു യാ അല്ലാഹ്. മക്കളോട് ചെല്ലാൻ പറഞ്ഞോ. കച്ചവടത്തിന് പോകുമ്പോൾ ചൊല്ലിക്കോ യാ റസ്സാഖു യാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് നമ്മളെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാകും. അതുപോലെ തന്നെ മക്കളില്ലാത്തവർ ചൊല്ലിക്കോ യാ റസ്സാഖു യാ അല്ലാഹ്. മക്കളുണ്ടാകും. കാരണം ഇത് അത്ഭുതകരമായ ഇസ്മാണ്. ഈ ഇസ്മ അത്ഭുതമാണ്. വല്ലാത്ത പവറാണ് ഈ ഇസ്മിന് എന്നാണ് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ വീടില്ലാതെ കഷ്ടപ്പെടുന്ന എത്രയോ ആളുകളുണ്ട്. വീട് പണി തുടങ്ങി പൂർത്തിയാക്കാൻ കഴിയാത്തവര് ചൊല്ലിക്കോ യാ റസ്സാഖു യാ അല്ലാഹ്. അതുപോലെ തന്നെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് സ്വർഗമാണ്. ദുനിയാവ് മാത്രമല്ല നമ്മൾ ആഗ്രഹിക്കുന്നത് സ്വർഗമാണ്. സ്വർഗത്തിൽ രക്ഷ നേടാൻ യാ റസ്സാഖു യാ അല്ലാഹ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ സ്നേഹം. അള്ളാഹിന്റെ പേര് കാണാതെ പഠിച്ചാൽ, അതാണ് ഞാൻ പറഞ്ഞത്, അർത്ഥമറിഞ്ഞ പേര് അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന കാണാതെ പഠിക്കണം. എന്നാൽ അള്ളാഹുവിനോട് നമ്മൾക്ക് സ്നേഹം വർദ്ധിക്കും. അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാകും. അള്ളാഹുവിന്റെ പേര് തന്നെ പഠിച്ചാൽ അള്ളാഹ് ആരാന്ന് നമുക്ക് മനസ്സിലാകും. അള്ളാഹു നമ്മൾക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് അള്ളാഹുവിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ തിരിച്ചും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സ്നേഹിക്കുകയാണ്. അപ്പൊ ഈ ഇസ്മുകളൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ അള്ളാഹുവിനോടുള്ള സ്നേഹം കൊണ്ട്, എൻ്റെ റബ്ബിന് വേണ്ടി എന്നുള്ള നമ്മളെ ആവശ്യങ്ങൾ പൂർത്തിയാകുക മാത്രം എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടെ നമ്മൾ ചെല്ലിക്കഴിഞ്ഞാൽ ഒരു ഫലം ഉണ്ടാവില്ല. അങ്ങനെ കുറെ ആളുകൾ ചെല്ലുന്നുണ്ട്, അതാണ് ഫലമില്ലാത്തത്. എൻ്റെ ആഗ്രഹം മാത്രം പൂവണിയണം എന്ന നിലക്ക് വെറുതെ യാ റസ്സാഖു യാ അല്ലാഹ് റസ്സാഖു യാ അല്ലാഹ് അങ്ങനെ ചെല്ലിയിട്ട് കാര്യമില്ല. അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിനോടുള്ള സ്നേഹത്തോടെ ചെല്ലണം ഇൻഷാ അല്ലാഹ്. എന്നാൽ മാറ്റങ്ങൾ ഉണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഈ ഒരൊറ്റ ഇസ്മ കൊണ്ട് നമ്മൾക്ക് ലഭിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ഈ ഇസ്മ എന്നും രാവിലെ 100 പ്രാവശ്യമെങ്കിലും ചെല്ലുക. 100 പ്രാവശ്യം എന്ന് പറഞ്ഞത് ഞാനൊരു കണക്ക് പറഞ്ഞതാണ്. 200 പ്രാവശ്യം ചെല്ലാൻ കഴിയുന്ന ആളുകൾ 200 പ്രാവശ്യം ചെല്ലിക്കോ. 1000 പ്രാവശ്യം ചെല്ലാൻ കഴിയുന്ന ആളുകൾ 1000 പ്രാവശ്യം ചെല്ലിക്കോ. 100 പ്രാവശ്യമെങ്കിലും ജീവിതത്തിൽ ചെല്ലുക. അത് ചെല്ലിയതിന് ശേഷം ഒരു പ്രാർത്ഥനയുണ്ട്.
ഏതാണ് ആ പ്രാർത്ഥന? റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ഈ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കണം. ഇത് സൂറത്തുൽ ബഖറയിലുള്ള പ്രാർത്ഥനയാണ്. ഏത് അമല് നമ്മൾ ചെയ്താലും, എന്ത് സൽക്കർമ്മം ചെയ്താലും ഈ ഒരു പ്രാർത്ഥന നമ്മൾ എപ്പോഴും നമ്മളെ പ്രാർത്ഥനയിൽ കൊണ്ടുവരണം. എന്ന് പറഞ്ഞാൽ ഞാൻ ചൊല്ലിയത് സ്വീകരിക്കണേ റബ്ബേ എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ ചെയ്തത് സ്വീകരിക്കണേ എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ പ്രാർത്ഥന മഹാനരായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കഅബം പണിതതിന് ശേഷം ദുആ ചെയ്ത പ്രാർത്ഥനയാണ്. സ്വീകരിക്കണേ റബ്ബേ, എൻ്റെ കഅബം പണിത ആ പ്രവർത്തനം നീ കബൂൽ ചെയ്യണേ റബ്ബേ എന്ന് ഇബ്രാഹിം നബി വരെ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന അമലുകൾ ചെയ്തതിന് ശേഷം ഈ ഒരു പ്രാർത്ഥന എല്ലാ സമയത്തും കൊണ്ടുവരണം. മനസ്സിലായോ? നിസ്കാരത്തിന്റെ ശേഷം നമ്മൾ ദുആ ചെയ്യണം, റബ്ബനാ തഖബ്ബൽ മിന്നാ, എൻ്റെ നിസ്കാരം നീ കബൂൽ ചെയ്യണം. നമ്മൾ പറഞ്ഞ ഈ അസ്മാഉൽ ഹുസ്നയിലെ ഈ വളരെ പ്രധാനപ്പെട്ട ഇസ്മു 100 പ്രാവശ്യം ചൊല്ലിയിട്ട് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം എന്ന് നമ്മളൊന്ന് ചൊല്ലി നോക്കണം. ഇതൊന്ന് പതിവാക്കി വെക്കണം. ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ചൊല്ലിയിട്ട് എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തിട്ടുണ്ട്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ അല്പം ചൊല്ലിയിട്ട് നമുക്ക് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാം. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ റസ്സാഖു യാ അല്ലാഹ്, 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 യാ റസ്സാഖു യാ അല്ലാഹ്. അർഹമുർ റഹീമീനായ രാജാതിരാജനായ അല്ലാഹുവേ, ഞങ്ങളെ മജ്ലിസിൽ ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. അല്ലാഹ്, ഞങ്ങളെ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുടെ എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിച്ചു കൊടുക്കണേ റഹ്മാനെ. എല്ലാവർക്കും സന്തോഷം നൽകണേ അല്ലാഹ്, റാഹത്ത് നൽകണേ അല്ലാഹ്, നല്ല ജീവിതം നൽകണേ അല്ലാഹ്, എല്ലാ പ്രയാസങ്ങളും അകറ്റണേ റബ്ബേ. നല്ല വീട് നൽകണേ റഹ്മാനെ. വീടില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്, വീട് പണി തുടങ്ങിയവരുണ്ട്, പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാഹുവേ. കടം കാരണം ഒരുപാട് ആളുകൾ പ്രയാസത്തിലാണ്. കടങ്ങൾ വീട്ടാനുള്ള നല്ല വഴികൾ തുറന്നു കൊടുക്കണേ റഹ്മാനെ. കടം കാരണം ആത്മഹത്യയുടെ വക്കിൽ പോലും എത്തിയിട്ടുണ്ട്, സംരക്ഷിക്കണേ റഹ്മാനെ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് നല്ല മക്കൾ നൽകണേ അല്ലാ. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം നൽകണേ റഹ്മാനെ. മക്കളെ ദുസ്വഭാവം നന്നാക്കി കൊടുക്കണേ അല്ലാഹുവേ. മരണപ്പെട്ടു പോയ ഖബർ വിശാലമാക്ക്, സ്വർഗമാക്കണേ റഹ്മാനെ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണേ റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടുകാക്കണേ അല്ലാ. ആഫത്ത് മുസീബത്ത് ഇടങ്ങേറുകളെ തൊട്ടുകാക്കണേ അല്ലാ. സിഹ്ർ കണ്ണേറുകളെ തൊട്ടുകാക്കണേ റഹ്മാനെ. ഭാര്യ ഭർത്താക്കന്മാരെ ദുസ്വഭാവം നന്നാക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് സഹോദരിമാര് വളരെ പ്രയാസത്തിലാണ്, പ്രയാസങ്ങൾ അകറ്റണേ റഹ്മാനെ. ആര് ഞങ്ങളെ മജ്ലിസിൽ പങ്കെടുക്കുന്നുവോ അവരെ പ്രയാസങ്ങളൊക്കെ അകറ്റണേ റഹ്മാനെ. അവരെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. അർഹമുർ റഹീമീനായ അല്ലാഹുവേ, മരണപ്പെട്ടു പോയവർക്കും ഞങ്ങൾക്കും സ്വർഗം നൽകണേ അല്ലാ. നിന്റെ ലിഖാ കാണാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ഞങ്ങളെ സ്വഭാവം നന്നാക്കണേ അല്ലാ. ഞങ്ങളെ ജീവിതത്തിൽ നിന്റെ സഹായം നൽകണേ അല്ലാ. നിന്റെ കാവൽ നൽകണേ അല്ലാ. പൈശാചികമായ ശർറുകളെ തൊട്ടുകാക്കണേ അല്ലാ. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുടെ എല്ലാവരുടെ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ റബ്ബേ. കൊടുക്കണേ അല്ലാ. ഒരുപാട് രോഗികളുണ്ട് റബ്ബേ, പൂർണ്ണ ശിഫ നൽകണേ അല്ലാ. ആയിരാരോഗ്യം നൽകണേ അല്ലാ. മാരകമായ രോഗങ്ങളുടെ വൈറസുകൾ ഞങ്ങളെ ശരീരത്തിൽ നിന്ന് മാറ്റണേ റഹ്മാൻ.
റഹ്മാനേ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ ചെയ്യാല തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളെ മാതാപിതാക്കളെ കാക്കണേ അല്ലാ. ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലാ. ഭാര്യ മക്കളെ കാക്കണേ അല്ലാ. ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലാ. ബുദ്ധികൂർമ്മത നൽകി അനുഗ്രഹിക്കണേ അല്ലാ. സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ലാ. ഒരാളുടെ മുന്നിൽ കൈ നീട്ടേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാ. ദാരിദ്ര്യത്തിനെ തൊട്ടുകാക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളെ അയൽവാസികൾ കുടുംബങ്ങളിൽ ഖൈറും ബറക്കത്തും സന്തോഷവും നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഭക്ഷണം തന്നവര്, ഞങ്ങളെ സ്നേഹിച്ചവര്, ഞങ്ങളെ സഹായിക്കുന്നവര് എല്ലാവരെയും നീ കാക്കണേ അല്ലാ. അനുഗ്രഹിക്കണേ റഹ്മാനേ. മനസ്സിന് സന്തോഷം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. എല്ലാവരുടെ ടെൻഷനുകളും അകറ്റി കൊടുക്കണേ റഹ്മാനേ. മക്കളെ ദുസ്വഭാവം കാരണം ഒരുപാട് സഹോദരിമാര് പ്രയാസത്തിലാണ്, ദുഃഖത്തിലാണ്. അല്ലാഹുവേ, അവർക്കൊക്കെ നല്ല മനസ്സ് കൊടുക്കണേ അല്ലാ. മോശമായ കൂട്ടുകെട്ടുള്ള മക്കളുണ്ട്, അതുപോലെ തന്നെ അന്യമതസ്ഥരെ സ്നേഹിച്ച് നടക്കുന്ന മക്കൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആ മക്കൾക്കൊക്കെ നല്ല മനസ്സ് കൊടുക്കണേ അല്ലാ. നല്ല മനസ്സ് കൊടുക്കണേ റബ്ബേ. ഞങ്ങളെ പ്രാർത്ഥന കബൂൽ ചെയ്യണേ അല്ലാ. ഞങ്ങളെ മജ്ലിസ് സ്വീകരിക്കണേ റഹ്മാനെ. പരീക്ഷ എഴുതിയ മക്കൾക്കൊക്കെ ഉന്നത വിജയം നൽകണേ അല്ലാ. മക്കളെ പഠിത്തങ്ങളിലൊക്കെ വിദ്യാഭ്യാസത്തിലൊക്കെ പുരോഗമനം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. മുഅ്മിനീങ്ങളെ സംരക്ഷിക്കണേ റഹ്മാനെ. മുത്തുനബിയെ സ്നേഹിക്കാനും നിനക്ക് ഇബാദത്ത് ചെയ്യാനുമുള്ള മനസ്സ് നൽകണേ അല്ലാ. വിശ്വാസ വൈകല്യങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ. ഈമാനും തഖ്വയും നൽകണേ അല്ലാ. ശാന്തിയും സമാധാനവും നൽകണേ അല്ലാ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وإياهم بمغفرتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم. السلام عليكم ورحمة الله وبركاته.